വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇടുക്കി വീട്ടിൽ ഒരു മോർണിംഗ് റൂട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് സിന്ധുഅമ്മ ഇല്ലാത്ത ദിവസമാണ്. രാവിലെ തന്നെ എനിക്ക് 30 പണിയുണ്ട് കേട്ടോ. രാവിലെ ഇവിടുന്ന് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചേട്ടോ. എണീറ്റ് വന്ന കോലമാണ്. ഇനി ബ്രഷൊക്കെ ചെയ്യണം, ചെറുതായിട്ടൊന്ന് പുട്ടി വർക്കൊക്കെ ചെയ്യണം. കാരണം ഇവിടെ എണീറ്റ് അന്നേരം നമ്മൾ നല്ല ബ്രഷൊക്കെ ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് നല്ല മുടിയൊക്കെ കെട്ടി പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അത് പപ്പായ്ക്ക് കുട്ടിക്കാലം തൊട്ടേ പപ്പ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്ത് മേടിച്ചു തന്നില്ലെങ്കിലും പപ്പ മേക്കപ്പ് ഐറ്റംസ് മേടിച്ച് തരുമായിരുന്നു. കാര്യം പെൺകുട്ടികളൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കണം. ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ മോശമായിട്ട് ഒരുമാതിരി കുളിക്കത്തുമില്ല, പല്ലും തേക്കത്തില്ല, ആ ഒരു രീതി ഇരിക്കരുത് പപ്പ എപ്പോഴും പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടിക്കാലം തൊട്ടേ അത് ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെ ചെന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കപ്പളം നിൽപ്പുണ്ട്. അതിലൊരു കപ്പളങ്ങ പഴുക്കാറായി നിൽക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടൊക്കെ നോക്കി. കുഞ്ഞതാണ് കേട്ടോ, കുഞ്ഞു കപ്പളാണ്, കുഞ്ഞു കപ്പളങ്ങയാണ്. അപ്പോൾ ഇന്ന് അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പിടിപ്പത് പണിയുണ്ടെന്ന്. അപ്പം ഇവിടെ തൊട്ട് എൻ്റെ ഡേ സ്റ്റാർട്ട് ആകുകയാണ് കേട്ടോ. എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് എനിക്കറിയില്ല, എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം ജാനിക്കുട്ടി അച്ചു നല്ല ഉറക്കത്തിലാണ്. ജാനിക്കുട്ടി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും നമ്മുടെ വീഡിയോയുടെ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനങ്ങനെ റൂമിലോട്ട് ചെന്നപ്പോൾ ദേണ്ട ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേരും തലയൊക്കെ മൂടി പോച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നും അമ്മ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് തട്ടുമുട്ട് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കിച്ചണിൽ നിന്ന്. അപ്പം അതുകൊണ്ട് ഞാനും കൂടെ എൻ്റെപ്പോഴത്തേക്ക് അത് ഇരട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സൗണ്ട് വെളിയിൽ കേൾക്കത്തില്ലല്ലോ, അധികം റൂമിലോട്ട് കേൾക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് അച്ഛയും മോളും കൂടെ മൂടി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. രാവിലെ തന്നെ മുറ്റത്തോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. കാര്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഉറക്കവും ശരിയായിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. കാര്യം തണുപ്പായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര തണുപ്പാട്ടോ ഇപ്പം. അപ്പം രാവിലെ തന്നെ ഇറങ്ങാണ്ട് നല്ല മടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മടിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. രാവിലെ മുടിയൊക്കെ ചീവി കെട്ടി വെച്ചില്ലെങ്കിൽ പപ്പ നല്ല വഴക്ക് പറയും കേട്ടോ. നല്ല വഴക്കെന്ന് പറഞ്ഞാൽ നല്ല വഴക്ക് പറയും, കണ്ണു പൊട്ടുന്ന ചീത്ത പറയും കേട്ടോ. അപ്പം കുട്ടിക്കാലം എന്നുണ്ടെങ്കിൽ നമ്മളത് കേട്ട് വളർന്നുകൊണ്ട് നമുക്കത് സീരിയസ് ഒന്നുമില്ല. പക്ഷേ വെളിയിൽ നിന്ന് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അയ്യോ പപ്പ ഇങ്ങനെയൊക്കെ വഴക്ക് പറയുമോ എന്ന് ചിന്തിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ ആൾ ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. നേരത്തെയൊക്കെ നല്ല വഴക്ക് പറയുമായിരുന്നു, എന്തെങ്കിലും തെറ്റൊക്കെ കണ്ടാൽ നല്ല വഴക്ക് പറയും. ഇപ്പോൾ പിന്നെ എന്താ പറയുക, തല്ലിയോടെ പോയില്ലെങ്കിൽ പിന്നെ പോയോടെ പോട്ടെ എന്ന് പറയില്ലേ, ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ എൻ്റെ മുടിയൊക്കെ ചീക്കി കെട്ടി വെക്കുകയാണ്. എനിക്കിങ്ങനെ പൊക്കി കെട്ടി വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. കാര്യം അതാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പറയുന്നത് എൻ്റെ മുടി ഈ 2-3 പോയിട്ടുള്ളൂ എന്നൊക്കെ. അങ്ങനെ വലുതായിട്ട് മുടി കൊഴിച്ചിലൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എൻ്റെ മുടി കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കാലൊടിഞ്ഞ സമയത്ത് ഞാൻ ശ്രദ്ധിക്കാണ്ട് പറ്റിയതാട്ടോ. പക്ഷേ എനിക്കിപ്പോൾ വീണ്ടും അത് റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ഡെയിലി ഓയിൽ യൂസ് ചെയ്തിട്ട് അത് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്മ പോയതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. കാര്യം വീട്ടിൽ വരുമ്പോൾ അമ്മമാർ കൂടെ ഇരിക്കണം, അല്ലെങ്കിൽ എന്തോ ഒരു സുഖം കിട്ടില്ല. അമ്മമാരുണ്ടെങ്കിൽ അതൊരു രസം തന്നെയാണല്ലേ. സമയം 7 മണിയായി കേട്ടോ. 7 മണിയാക്കി ഇടുക്കി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപൂർവമാണ് കാണാറുള്ളത്. കാര്യം സ്വന്തം വീട്ടിൽ വരുമ്പോഴല്ലേ നമുക്ക് കുറേ നേരം കിടന്നുറങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു 9 മണിയൊക്കെ ആകുമ്പോഴേ നോർമലി എണീക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ വ്യത്യാസം ഞാനിക്കുട്ടി ഇന്ന് ഇപ്പോഴും എണീറ്റിട്ടില്ല. അമ്മ രാവിലെ എന്താണ്ടൊക്കെ തട്ടുമുട്ടുമൊക്കെ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോരോ സാധനങ്ങളും അയ്യോടാ അപ്പം ഉണ്ടാക്കാനുള്ള പാൻ വരെ ആളെടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പായ്ക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുളിക്കാനായിട്ട്. അപ്പം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടാണ് അമ്മ പോയേക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ചെറിയ പരിപാടികളൊക്കെ ഉള്ളു കേട്ടോ. ഇത് രാവിലെ തന്നെ നമ്മൾ തുറന്നിടും. നോക്കി ആ ഒരു മല കണ്ടോ, അത് മല കേട്ടോ. നമ്മുടെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് മലയാണ്, ഫുൾ മഞ്ഞ് കാരണം കാണാത്തതാണ്. കാലത്ത് തന്നെ നല്ലൊരു കാറ്റൊക്കെ കയറി വരും കേട്ടോ ഈ ഒരു വിൻഡോ തുറന്നിടുമ്പോൾ. അപ്പം ഞാൻ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഗൈസ്. ലൈറ്റൊക്കെ ഇടാണ്ട് തന്നെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഇത്രയും നല്ല വെട്ടമുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ബാലൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലേ. ഇടയിൽ പോയിട്ട് വരാവേ. ഓക്കെ ബൈ. അപ്പൊ എന്നെ എല്ലാ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. സുന്ദരി ബാഗ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. എല്ലാ ഡ്യൂട്ടിയും മോനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. എൻ്റെ ചേച്ചിയും മോളും വരും. അവരെ നല്ല കാര്യമായിട്ട് പരിഗണിക്കണം. കപ്പ വേവിച്ചത് ബാക്കി ബാലൻസ് കോരി വെക്കണം. അവർക്ക് കപ്പ രാവിലെ മതി, കപ്പ കൊടുക്കുക. ഇല്ല അപ്പോൾ കടലക്കറിയുണ്ട്, അതുണ്ടാക്കി കൊടുക്കുക. ബൈ. പിന്നെ അടുപ്പ കഞ്ഞി വെക്കുക. ഒരു 4-5 ഗ്ലാസ് ഇട്ടു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ചെയ്യാം. എന്നാ പോക്കോ, ഓടിക്കോ. അമ്മ ഹൗസ് വാമിങ്ങിന് പോവാണ് കേട്ടോ ആലപ്പുഴയിൽ. ചിന്താമണി ബോക്സിൽ നിങ്ങൾ കാണും. പോയിട്ട് വരട്ടെ ആള്. ഇന്ന്
ചോറുണ്ടാക്കുന്ന ഡ്യൂട്ടി അമ്മ തന്നെയാണ് കേട്ടോ ഏൽപ്പിച്ചത്. എന്ത് അമ്മ ചുള്ളിക്കമ്പൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, പെട്ടെന്ന് തീ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പണ്ട് അമ്മ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് വയ്ക്കും കേട്ടോ. ചോറൊക്കെ വെച്ച് ഊറ്റി പറ്റുന്ന ഉണക്കുള്ള കറികളൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ അമ്മ ഈ പ്രാവശ്യം എന്നോട് ഒരു അത്ഭുതം ഉണക്ക് ചോദിച്ചു, അമ്മ നീ ഊറ്റത്തില്ലേ എന്നൊക്കെ ചോദിച്ചേ. കാര്യം നമ്മുടെ തൃശ്ശൂർ വീട്ടിലുണ്ടല്ലോ ഇങ്ങനെ മറ്റേ ഇങ്ങനെ നമ്മൾ മറിച്ചിട്ട് ഇതാക്കുക അല്ലാണ്ട് ഇങ്ങനെ കോരി മറ്റേ നമ്മുടെ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ഒരു തുളയൊക്കെ ഉള്ളൊരു തവയിൽ കോരി നമ്മൾ വെള്ളം താഴോട്ട് വിട്ടിട്ട് നമ്മൾ കുടഞ്ഞിടും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഇത് നമ്മൾ അങ്ങനെയല്ല, കമത്തി ഊറ്റണം. അപ്പം അമ്മയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്തായാലും തീയൊക്കെ പിടിപ്പിച്ച് നമുക്ക് കഞ്ഞി വയ്ക്കാം അല്ലേ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് അടുക്കളയിൽ കയറിയേ പറ്റുള്ളൂ കേട്ടോ. കാര്യം നമുക്ക് ഇന്ന് നമ്മൾ ഒറ്റയ്ക്കുള്ളതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഇച്ചിരി മടിയൊക്കെ പിടിച്ചിരുന്നവന് കുഴപ്പമില്ല. പക്ഷെ നമുക്കിന്ന് ശാന്തയമ്മയൊക്കെ വരും. അവര് കോട്ടയത്ത് നിന്ന് ശ്രീകൂട്ടന്റെ ഒക്കെ അവിടെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നൊരു 7:30 ആകുമ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് ഫസ്റ്റ് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സാവധാനം ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ തീയൊക്കെ ഒന്ന് പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ മണ്ണെണ്ണ ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഗൈസ്, മണ്ണെണ്ണ ഇവിടെ പെട്ടെന്ന് കത്തിയിരുന്നേ. അപ്പൊ ഞാൻ തീയൊക്കെ പിടിപ്പിച്ചിട്ട് നമുക്ക് കാണാം. അപ്പൊ എന്റെ തീയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ പിടിച്ചു. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, കത്തി പിടിക്കുവോ. കാര്യം ഇവിടെ തണുപ്പും കൂടെ ഒക്കെ അല്ലേ, അപ്പൊ വിറകൊക്കെ തണുത്തിരിക്കുകയായിരിക്കില്ലേ, നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ കത്തി പിടിച്ചു. ഇവിടെ നമുക്ക് കുളിക്കാനുള്ള വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോ ഓരോരുത്തർ വരുന്നവരെ പിടിച്ച് കുടിച്ചോളാൻ പറയാം. നന്നായിട്ട് ചൂടായി കിടക്കും കേട്ടോ. ഇത് നമ്മുടെ ഓവടുപ്പായതുകൊണ്ട്. അപ്പൊ തീയൊക്കെ പിടിച്ചു. ഇനിയിപ്പം വെള്ളമൊക്കെ തിളച്ചിട്ട് അരി കഴുകിയിടുക, അതാണ് അടുത്ത എൻ്റെ ഡ്യൂട്ടിയുണ്ടല്ലോ. കഞ്ഞിക്കൊക്കെ വെള്ളം വെച്ചു കേട്ടോ. ഇനി ഞാൻ ചിന്തിച്ചു പതുക്കെ ബോർമ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച. കാര്യം ശാന്തയമ്മയും ചേച്ചിയൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും മേടിച്ച് വെച്ചിട്ടില്ല. ഇന്നലെ ഞങ്ങൾ പോയതാണ് കേട്ടോ, അപ്പം മേടിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ബോർമ വരെ പോയി എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ടീ റസ്കോ ബണ്ണോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. നല്ല ഇവിടെയാണ് ഫ്രഷ് സാധനമാണ്. അപ്പം മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് പോയി. എൻ്റെ മുഖത്ത് കണ്ടോ പിമ്പിളൊക്കെ വന്നിട്ട് കുറയുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വീണ്ടും ഞാനിവിടെ വന്നപ്പോൾ ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത്. ഫാസ്റ്റ് ഫുഡ് എന്ന് വെച്ചാൽ ഇറച്ചി മീനും ഇല്ലാത്ത ദിവസം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ്. എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തിന്നോണ്ടിരിക്കാനും പറ്റുന്നില്ല. അതെന്തല്ല അങ്ങനെ, നമ്മൾ ആകെ 2-3 ദിവസത്തേക്കല്ല നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പം അമ്മമാരുടെ ഫുഡെന്ന് വെച്ചാൽ എത്ര നമ്മൾ എന്തെല്ലാം സ്പെഷ്യൽ നമ്മൾ എവിടെ നിന്നൊക്കെ പോയി ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞാലും അമ്മമാരുടെ സ്പെഷ്യൽ ഫുഡ് അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അമ്മമാരുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം കഴിക്കാണ്ടിരിക്കാനും പറ്റുന്നില്ല ഗൈസ്, എന്ത് ചെയ്യും ഞാൻ പിന്നെ ചിന്തിച്ചു പിമ്പിൾ വന്നാൽ വരട്ടെ, അതൊക്കെ പിന്നീടായാലും മാറിപ്പോവും. പക്ഷെ ഫുഡ് അത് വേസ്റ്റാക്കാൻ പറ്റില്ല. അപ്പം എന്തേ ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. പോയി എന്തെങ്കിലുമൊക്കെ 2-3 നല്ല നല്ല സാധനങ്ങൾ മേടിച്ചു വെക്കാം. ചിലപ്പോൾ ശാന്തയമ്മ കൊണ്ട് പോയി ഈ റൊട്ടിയും മണ്ണും തിന്നാനാണോടി നീയൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കും കേട്ടോ. പോയിട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിച്ചു. ഇവിടെ നോക്കി നമ്മുടെ റോഡൊക്കെ അവർ എന്താ പറയുക സിമെൻ്റൊക്കെ ഇട്ട് തന്നു കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റിയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ആ ബൈക്ക് അങ്ങനെ വിലങ്ങ് വെച്ചേക്കുന്നത്. 15 ദിവസം കണ്ട് കഴിഞ്ഞിട്ട് വണ്ടി കയറ്റാവുള്ളൂ ഇതിൽ. അപ്പം അതുകൊണ്ട് ബൈക്ക് അവർ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ തന്നെ നടക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു തണുപ്പ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ദേഹമൊക്കെ ഇങ്ങനെ ഇതുണ്ട്, രോമമൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഒരു കാറ്റിങ്ങനെ അടിച്ചിങ്ങോട്ടേക്ക് വരും ലൈറ്റായിട്ട്. പക്ഷെ ആ ലൈറ്റായിട്ട് വരുന്ന കാറ്റിന് ഭയങ്കര തണുപ്പാണ്. തൃശ്ശൂരിൽ നിന്ന് ചൂടത്തുനിന്ന് ഇവിടുത്തെ തണുപ്പിലോട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര സുഖമുണ്ട് കേട്ടോ. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. എന്നാലും കുഴപ്പമില്ല, അത് നമുക്കൊരു വിഷയമല്ല ഗൈസ്. സ്വന്തം വീട്ടിൽ പോകാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ പാഴാക്കരുത്. അപ്പം ഞാൻ ബോർമ എത്തിയത് ഇവിടെയാണ് കേട്ടോ. ബോർമ സാധനങ്ങൾ മേടിക്കട്ടെ. ശശിയാവാന്ന് കരുതുന്നുണ്ടോ? ഞാൻ വീണ്ടും ശശിയായി ഗൈസ്. ഇന്നലെ വന്നു, ഇന്നും വന്നു. അടച്ചിട്ടേക്കാം. വല്ല സോക്കേടും ഉണ്ടായിരുന്നോ അല്ലേ? ഞാൻ നേരം വെളുത്ത് കൊച്ചുകുളപ്പാകാലത്തെ വന്ന കാര്യമുണ്ടല്ലോ. ഇവരിവിടുന്ന് സർവീസിന് സാധനങ്ങൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാൽ ഇച്ചിരി നേരത്തെ പോവുകയാണെങ്കിൽ നമുക്കവർ പോകുന്നതിന് മുമ്പ് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് അവർ തുറന്നിട്ടില്ല. ഇനി എപ്പോഴാണോ എന്തോ തുറക്കുക.
ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:40 ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു 9-9:30 ആകുമ്പോൾ വന്ന് നോക്കാം അല്ലേ. 10 മണിക്കെങ്ങാണ്ടാണ് ആ ചേട്ടൻ പോകുന്നത്. ഇത് കണ്ടോ, ഇത് തോല് പൊളിഞ്ഞിരിക്കുന്നതാണേ. ഞാൻ പിന്നെ അധികം കൈ വെച്ചിട്ടുള്ള കൈക്രിയകളൊന്നും ചെയ്യാറില്ല. കാര്യം നമ്മൾ പിമ്പിളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കൈ വെച്ചൊക്കെ തൊടുമ്പോഴത്തേക്ക് പിന്നെ സീനാവും, വലുതാവും. എൻ്റെ ഇതിലൊക്കെ ഒരു വെള്ള സാധനം എന്നാ അതിൽ ചാരമാണെന്ന് അറിയത്തില്ല കേട്ടോ. ഊതിയപ്പോൾ ചാരം ഒന്ന് തെറിച്ചായിരുന്നു. അപ്പം ഞാനങ്ങനെ കുടഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യനൊക്കെ രാവിലെ ഉദിച്ച് വന്നപ്പോണ്ട്. അയ്യോ, അങ്ങ് മലയുടെ മുകളിൽ തെങ്ങിൻ്റെ മറ്റേ ഓലകൾക്കിടയിലൂടെ നോക്കി ഒരാൾ നിൽക്കുന്നത് നല്ല രസമുണ്ടല്ലേ കാണാൻ. മഞ്ഞാണ് കേട്ടോ മേളിൽ ഫുള്ള്. കണ്ണിനകത്തോട്ട് തന്നെ സൂര്യനടിക്കുന്നത്. നമ്മൾ പോയി ശശിയായിട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ പിച്ചുമോളും എണീറ്റെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇല്ല കേട്ടോ. ഞാൻ വന്നപ്പോഴാണ് ഇത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇത് പപ്പ ചെയ്ത് വെച്ചേക്കുന്നതാണേ. രാവിലെ ശാന്തിയമ്മയൊക്കെ വരുമ്പോൾ നല്ല മുറ്റത്ത് വരുന്ന നല്ല സ്മെല്ലടിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തു വെച്ചാന്ന് തോന്നുന്നു. നല്ല പരിപാടിയല്ലേ. അയ്യോ, അപ്പോൾ അയ്യോ, ഞാൻ ഈ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് നടക്കുക. എനിക്ക് ഈ ചെരുപ്പൊന്നും ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല കേട്ടോ. തണുത്ത ഉറച്ച് ഞാൻ മരിക്കും. ഗുഡ് മോർണിംഗ്. ഒരാൾ രാവിലെ എണീറ്റ് വന്ന് ഞാൻ നോക്കിയപ്പോഴേ പതുക്കെ കഥകൊക്കെ തുറക്കാൻ കേട്ടോ. ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ. അയ്യേ, എന്നാ കൊച്ച എല്ലാവരോടും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. കഥയൊക്കെ അത്രയും തുറന്നു കേട്ടോ. അപ്പത്തേക്കും ഞാൻ വന്നു അല്ലേ. മക്കളേലായിരുന്നേ ഒരു മെയോ. താങ്ക് യു. ഞങ്ങളൊന്ന് പല്ലൊക്കെ ചേച്ചി ചുഞ്ചരിയായിട്ട് വരാന്ന് പറ. പല്ല് ചേച്ച് ചുഞ്ചരനായിട്ട് വരാന്ന് പറയടാ. അയ്യോ, ഭയങ്കര ക്ഷീണമാണ് കേട്ടോ ഞങ്ങൾക്ക്. അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഒരുങ്ങിയോ ഇന്നലെയോ? ഭയങ്കര കൊഞ്ചൊക്കെയാണ് ഗൈസ്. ഇനി കുറച്ചു നേരം കൊഞ്ചു കേട്ടോ. അപ്പം ഞാനൊന്ന് കൊണ്ടുപോയി പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ച് ശുണ്ടരിയാക്കിയിട്ട് കൊണ്ടുവരാവേ. ഞാനിക്കൂട്ട് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായിട്ടുണ്ട് അല്ലേ. ഇനി അച്ഛനെ നമുക്ക് വിളിക്കാം. അച്ഛനെ പോയി വിളിച്ച പോന്ന. ഗുഡ് മോർണിംഗ് അച്ചു എന്ന് പറ. ഞാൻ ജാനിക്ക് പാലൊക്കെ കൊടുക്കട്ടെ കേട്ടോ. രാവിലെ കുളിപ്പിച്ച് സെറ്റ് ആക്കിയിട്ട് വന്നോളൂ. ഇനി പാലൊക്കെ കൊടുക്കണം. അയ്യോ, അമ്മ പോയി പാപ്പിയൊക്കെ എടുത്തിട്ട് വരട്ടെ. അച്ഛൻ്റെ അടുത്ത് കിടന്നോളുവോ? ഓക്കെ. അയ്യോ, ഞാനിവിടെ വന്നപ്പോഴേക്ക് കണ്ടനെ കണ്ടില്ലല്ലോ. കണ്ടനെ ഇവിടെ പോയി. അമ്മേ, നമ്മുടെ കണ്ടനെ കണ്ടില്ല ഗൈസ്. കണ്ടനെ കുണുക്കും കൊണ്ടുപോയി കേട്ടോ. എന്നാ കണ്ടനുള്ള പാല് നമുക്ക് വല്ല കോഴിക്കും കൊടുക്കാം അല്ലേ. എന്നാ ശരി എന്നാ. അയ്യോ, ഇവിടുന്ന് സൗണ്ട് കേട്ടില്ല. ഒരു കട്ടില് കിടക്കുന്ന കോലം നോക്കി. ചുനി, എന്നാ പാല് പാല് കുത്തിച്ചോ. പൂച്ചയുടെയോ പൂഞ്ചിയുടെയോ? പുതിയ കുപ്പിയാണോ? ആ, അതെ അതെ അതെ. പില്ലോയിൽ കയറി കിടന്ന് കുടിച്ചേ. തല പില്ലോയിൽ വെച്ചേ. ഓ എന്റെ പൊന്ന്, ഇത്രയൊക്കെ ടേസ്റ്റ് ആണോ? കണ്ണൊക്കെ അടച്ചു കുടിക്കുന്നത്. പാലോടെ കിടന്ന് പാല് കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ കഞ്ഞി ഇതുവരെ ഒന്നും മരില്ല ഗൈസ്. ജാനിക്കുട്ടിനെ കുളിപ്പിച്ചത് ഓർത്താട്ടെ. കുറെ വെളിയിൽ വിടാൻ പറ്റിയില്ല. തിളച്ചുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കൂല്ലേ വെച്ചു. പല്ലൊക്കെ തേച്ചിട്ട് ഓടി വായോ, ഞാൻ കാപ്പി തരാം. അങ്ങനെ പറയുമെന്ന് വെച്ച് വിചാരിച്ചെങ്കിൽ അത് തെറ്റിപ്പോയി. അങ്ങനെ ഞാൻ പറയൂല. എനിക്ക് ഇങ്ങനത്തെ ചൂല് ഇഷ്ടമല്ല കേട്ടോ. തൂത്തുവാരാൻ മേടിക്കുന്നത് ഒരു ഭയങ്കര വെയിറ്റ് ആണ്. അഴുക്ക് പോവതുമില്ല. എന്താ നമ്മുടെ അടുത്ത പൊട്ടാണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ടിട്ടാണ് നല്ല സുഖമാ. ചപ്പ ഫുള്ള് പോവുകയും ചെയ്യും. പുല്ലിന്റെ പ്ലാസ്റ്റിക്കിന്റെ അല്ലേ? അവര് വന്നില്ലല്ലോ. അവര് മേടിക്കും. ചിലപ്പോ കാപ്പി കുടിച്ചിട്ടായിരിക്കും വരിക. കാപ്പി കുടിച്ചിട്ടായിരിക്കും വരാന്ന് അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം അങ്ങ് താളം തട്ടി പതുക്കെ ആവട്ടെ എന്ന് വിചാരിച്ചങ്ങനെ. വിച്ചും കൂടെ പല്ല് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാപ്പി കുടിക്കാം. ഓക്കെ, ഐ ആം റെഡി. അത് തണുപ്പുണ്ട് കേട്ടോ കാലത്ത് തന്നെ. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്.
ആ തെങ്ങിന്റെ കാര്യം തീരുമാനമായതുകൊണ്ട് കേട്ടോ മൂസേ. ബ്രഷ് വെച്ചിട്ട് വായിക്കാത്ത അതാട്ടോ ആ അല്ലടി അതിന്റെ മണ്ട നോക്കി പോയി. സാധനം കിട്ടില്ല ഇനി. നല്ല തെങ്ങായിരുന്നു കേട്ടോ, അത് പോയി. കുറെ കരിക്കാതെ മുന്നിട്ട് കുടിച്ചിട്ടുണ്ട്, നല്ല മരമായിരുന്നു. കഞ്ഞിക്കുള്ള പരിപാടിയാണോ അവിടെ? ആ ചായ ചായ എടുക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ ഉണ്ടാക്കട്ടെ. ചായ ഉണ്ട്, ചൂടാക്കി അതെ. അപ്പൊക്കെ ഉണ്ടാക്കണം. ഇത്ര നേരം ഉറങ്ങിട്ട് വന്നിട്ട് വലിയ കുശലം പറയല്ലേ. അപ്പൊ ഞാൻ ഉണ്ടാക്കാം. ആണോ? അപ്പൊ ഞാന് കുറച്ച് പണികൾ എനിക്കുണ്ട്. അപ്പൊ എനിക്ക് കട്ടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്, ചെറിയ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ അപ്പോ കുഞ്ഞു കുഞ്ഞപ്പങ്ങളോ ഉണ്ടാക്കി തരാലോ. നീട്ടദോശ. എന്ത് ദോശ? നീട്ടത്തില്. ഇത് പാലപ്പത്തിന്റെ ആണോ? നീട്ടത്തിലോ? അതെന്ത് ദോശ? അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് പാലപ്പത്തിന്റെ ആണോ? ആ പാലപ്പല്ലേ. അതിന് ചട്ടി അല്ലല്ലോ. അമ്മേ സംഭവിച്ചേ, കൈയൊക്കെ കഴിഞ്ഞു. നോക്കി കത്തിക്കണം. പിന്നെങ്കിലും ആ ചട്ടി മാറ്റിട്ട് കത്തിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. പാലപ്പം എന്തു പറഞ്ഞു. ഇവിടുത്തെ സുധാമ്മയുടെ അപ്പത്തിന് നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല തേങ്ങ ഇഷ്ടം പോലെ ചേർക്കും. നമ്മുടെ അവിടെ കേട്ടോ സുധാമ്മയുടെ അപ്പം നല്ല ടേസ്റ്റാ. അതും തേങ്ങ ഒരുപാട് ഇടും അല്ലേ? അത്രക്കൊക്കെ വേണം അച്ചു മോളെ. ഒരു പ്രായം വരെ ഉണ്ടല്ലോ നമ്മളും ചെയ്തായിരുന്നു. എന്നിട്ട് അപ്പോ ഉണ്ടാക്കണ പരിപാടി. ചൂടാവട്ടെ പാൻ. പാൻ ഇതല്ല, പാലപ്പത്തിന്റെ പാൻ ഇതല്ല. പാലപ്പത്തിന്റെ പാൻ വേറെയാ, ഇങ്ങനെ കുഴിഞ്ഞിട്ട്. അതങ്ങനെയാ. ഇത് പാലപ്പല്ല, ഇത് മറ്റേ അപ്പോ. ഇതിനെന്തോ ഒരു പേര് പറയും, എനിക്ക് കറക്റ്റ് പേരൊന്നും പറഞ്ഞാൽ അറിയത്തില്ല. മറിച്ചിട്ട് വിടുന്ന അപ്പം. ഊത്തപ്പം ഊത്തപ്പം എന്തെങ്കിലുമൊക്കെ ഒരു അപ്പം. അപ്പായാ പോലെ നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു കയ്യിലല്ലേ സാധാരണ എടുക്കുന്നത്? ഇവിടെ എന്ത് സംഭവം നോക്കി ജാനി ഇവിടെ വരുന്നുണ്ട്. ചട്ടി ചൂടായില്ലെങ്കിൽ ചട്ടിയിൽ പിടിക്കും. അപ്പൊ ചട്ടി ചൂടാവാൻ നോക്കുക കേട്ടാ മാക്സിമം. പാടല്ലേ ദൈവമേ, കളിയാക്കില്ല. ഇവിടെ എന്താ സംഭവം? എന്തിന്റെയാണ്? ഹാപ്പി ബർത്ത്ഡേയുടെ ആണ്. ഹാപ്പി ബർത്ത്ഡേ എന്നാട്ടോ പറയാ. ഇതെന്താ പിരകത്തിന്റെ പകുതി ഇല്ലല്ലോ? പിരകത്തിന്റെ പകുതി ആരും ഉണ്ട്. എന്തുണ്ടെങ്കിലും വെച്ച് വാ തുറന്ന് പ്രാർത്ഥിക്കും. എന്തിനാണോ എന്താ. ഇത് പറഞ്ഞു വരത്തില്ല കേട്ടോ അച്ചോ. ഇത് അയ്യേ ദോശയോ? അയ്യേ ഇങ്ങനൊന്നല്ല അപ്പം ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്കുള്ള ഞാൻ ചുട്ടോളാം കേട്ടോ. ഞാൻ ചുട്ടോളാമേ. പഞ്ചാര ഇട്ടോ തിന്നെ. അശി ഈ പെണ്ണിനെ പുറകിൽ നിന്ന് തല്ലുന്ന കൈ. അശി അത് വേണോ? കൊച്ചിന് ഞാൻ ഉണ്ടാക്കി കൊടുത്താ പോരെ? അല്ല വെറുതെ റിസ്ക് എടുക്കണം. അയ്യോ അത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് അച്ഛനോണ്ട് കൊടുക്ക്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മൂടി വെച്ചാൽ മതി, അങ്ങോട്ട് മറിച്ചിടേണ്ട ആവശ്യമില്ല. മൂടി വെച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ. ഇതായത് അടിപ്പ കരിയും. പിന്നെ ഇതിന് മുന്നേ അവസാനം കറുത്ത കളറിലിരിക്കും. ജാനിക്കുട്ടിയുടെ ഇല്ല ചേട്ടനെ. എന്താ സന്തോഷം അടി. അത് അകം എന്തിട്ടില്ല ചോ. അയ്യോ അത് കൊച്ചിന് അങ്ങനൊന്നും കൊടുക്കല്ലേ. എനിക്കറിയില്ല എന്തൊക്കെ ഉദ്ദേശിക്കണേന്നുള്ളത്. സന്തോഷായി. അങ്ങനെ എന്നാ എല്ലാം ചുട്ടോ. എനിക്ക് അങ്ങനെ വേണ്ട കേട്ടോ. ഞാൻ എനിക്കുള്ള ചുട്ടോളാം. അതായിരിക്കും നല്ലത്. ഇത് ജാനിക്ക് കൊടുത്താൽ മതി. ഞങ്ങള് കുഞ്ഞപ്പം ചിക്കൻ കറിയൊക്കെ. വാവ്. അപ്പൊ വിച്ചൂസ് ഇവിടെ അപ്പമൊക്കെ ഉണ്ടാക്കട്ടെ. ഞാൻ അപ്പുറത്തെ അടുക്കളയിലിട്ട് ചെല്ലട്ടെ. ഓക്കെ. സുട അപ്പം. പഞ്ചാനി ഇട്ടിട്ടുണ്ട് ചെല്ല്.
പണ്ടാണ്ടി നെയ്യ് എന്താ എന്നിട്ടായോ ഇതിന്റെ ഗ്യാപ്പിൽ ഇതേ അരിയൊക്കെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അരിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു, തിളച്ചു നന്നായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അല്ലെ. ജാനിക്കുട്ടി അതിനിടയ്ക്ക് എണീറ്റ് വന്നിട്ട് എനിക്ക് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ചൊക്കെ എന്റെ മോർണിംഗ് റുട്ടീനിൽ മിസ്സായി പോയിട്ടുണ്ട് guys. കാര്യം ജാനിക്കുട്ടി എനിക്ക് വന്ന ടൈം ആയപ്പോഴത്തേക്ക് ഇത് കലത്തിന് മേളിൽ കൂടെ തിളച്ച് ചാടുന്ന സിന്ധോമ്മയ്ക്ക് ഇഷ്ടമേ ഇല്ല കേട്ടോ. സിന്ധോമ്മ നല്ല വഴക്ക് പറയും. അപ്പൊ അതുകൊണ്ട് നമ്മളിത് തിളയ്ക്കുന്നത് അനുസരിച്ച് നമ്മളിതിങ്ങനെ മാറ്റി ഇച്ചിരി ഒതുക്കി വെച്ചാൽ തിളച്ച് ചാടത്തില്ല. തിളച്ച് ചാടി അമ്മയ്ക്ക് ദേഷ്യം വരും കേട്ടോ. വരും അമ്മയ്ക്ക് കലമൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കണം. ചുമ്മാ ഇങ്ങനെ ഒലിച്ചിരിക്കുന്നൊന്നും പുള്ളിക്കാലത്തേക്ക് പിടിക്കത്തില്ല കേട്ടോ. അപ്പം അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പത്തേക്ക് നമുക്ക് കാപ്പി പിടിക്കാൻ പോവാം. ഞാൻ എൻ്റെ അപ്പമൊക്കെ ഇവിടെ ചുട്ട് കഴിഞ്ഞു കഴിച്ച്. ഇത് ലാസ്റ്റ് അപ്പമാണ് കേട്ടോ. ഒരു കുഞ്ഞപ്പവും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ജാനിക്കുട്ടി കണ്ട് കൊതി ഇളകി തിന്നുവാണെ തിന്നട്ടെ എന്ന് വിചാരിച്ചു. ഉണ്ടോ കുഞ്ഞപ്പം. അപ്പം ഞാൻ കാപ്പിയൊക്കെ കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാവേ. നേരം കൊച്ചു വെളുപ്പാങ്കാലത്ത് തന്നെ ഇവിടെ ഒരാള് കേറി വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ടേ കണ്ട സെക്ടറൊക്കെ ഇട്ടോണാണല്ലോ ഇന്ന് കല്യാണിക്കുട്ടി ഇരിക്കുന്നേ. ആണോ? പുള്ളിപ്പെരുന്നാൾ പോകുന്നുണ്ടോ? ഞങ്ങളെ കൊണ്ടുപോവോ? ഇവിടെ അമ്മയും മോനും കൂടെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കും കേട്ടോ കാലത്ത് തന്നെ. കാപ്പി പിടിക്കാം. അവരോടെ വിശേഷമൊക്കെ പറയട്ടെ. അമ്മേനെ കൊണ്ട് നടന്നത് ചെടി കാണിച്ചു കൊടുക്ക കേട്ടോ. അമ്മയ്ക്ക് ഈ ചെടി ഭ്രാന്തായോണ്ടേ എത്ര കൊമ്പുകളോ കൊടിച്ചു വയ്ക്കാം. അമ്മയ്ക്ക് അങ്ങനത്തെ സീനൊന്നും ഇല്ല. അമ്മ കൊണ്ടുപോക്കോളാൻ പറയും. ആലപ്പുഴ. ആര്യൻ ചേട്ടാ എന്തേടി? വീട്ടില്ല. പല്ല് വെക്കണോ? കൊച്ചു കാപ്പി പിടിച്ചോ? എന്നാ കഴിച്ചേ? ചപ്പാത്തി കഴിച്ചോ? മഞ്ഞ അത് പുതിയത് ഇപ്പൊ ആയതാന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും ഓർമ്മ ഉണ്ടായിരുന്നു, ഒരു പൂ ഉണ്ടായിരുന്നു. എല്ലാരും ഒന്ന് കാട്ടി തന്നെന്ന് പറഞ്ഞോണ്ട് അമ്മ ഫുള്ള് കാണുന്നുണ്ട് കേട്ടോ. മറ്റേ സാധനം നീല പൂ കാണിച്ചു കൊടുത്ത വെച്ചു, കലമ്പൊട്ടി കാണിച്ചു കൊടുത്ത വെച്ചു. അമ്മയ്ക്ക് കലമ്പൊട്ടി ഭയങ്കര ഇഷ്ടാട്ടോ. മെലസ്ട്രോമാന്ന് കണ്ടില്ല അതിന്റെ പേര്. ഓരോന്നും നടന്ന് കാണിച്ചു കൊടുക്ക. അയ്യോടാ. ജാനിയുടെ പുറകെ ഇരിക്കുന്ന ചെടി കാണിച്ചു കൊടുക്ക്. എന്നിട്ട് ഇത് കൊണ്ടുപോകുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അവിടെ വരെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് വാടി പോവും. ഡെയ്സി പിടിക്കില്ലേ? അമ്മ പറയുന്ന കേട്ടോ, എല്ലാം വെറൈറ്റി ആണല്ലോ ഇവിടെ ഉള്ളത്. നമ്മുടെ തൃശ്ശൂർ വീടിന്റെ അവിടത്തേലും സൂപ്പറാണ് കാണാണ്ടെന്നൊക്കെ. കലമ്പൊട്ടി കാണിച്ചു കൊടുക്കച്ചു. ഈ അമ്മ കണ്ണിട്ടത് കരിയിപ്പിക്കും. എന്ത് അമ്മ പറയണേ, ഇടുക്കിയിലൊരു വീട് മേടിക്കാൻ. അത് അമ്മ ഇവിടെ ചെടികളൊക്കെ പിടിക്കല്ലോ. അത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റും നല്ല ക്ലൈമറ്റ് അല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ നിക്കാന്ന് അമ്മ അത് 2-3 പ്രാവശ്യമായിട്ട് പറയുന്നു കേട്ടോ. ഇടുക്കിയിലെ ഒരു 5 സെന്റ് സ്ഥലവും വീടും കൂടെ നമുക്ക് മേടിക്കാം. കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ.
മോളെ നമുക്ക് ഇടുക്കിയിൽ ഒരു 5 സെന്റ് സ്ഥലം വീടോട് മേടിക്കാണ്. എല്ലാം നടക്കൂല ചോ, എല്ലാം നടക്കുന്ന ഒരു കാലം വരുവാറ്. എങ്ങനെയുണ്ട് എന്റെ അപ്പം? അപ്പം ഇത് സിന്തോമ്മ അപ്പല്ലേ ചിക്കൻ കറിയും അപ്പവും ചായയാണ് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് കഴിക്കാം. ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. താങ്ക് യു. മതി. ചായ കുടിക്കാത്ത ആളാണ്. ചായ കുടിക്കാത്ത അതാ ഞാൻ പറഞ്ഞേ. സ്വന്തം വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ എല്ലാം മാറ്റി മറിക്കും. അവിടെ പിന്നാലെ നടന്ന് ചോദിച്ചാലും വേണ്ട. ഞാൻ കുടിക്കല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ അമ്മയുടെ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ദൈവം ഇത് കേട്ട സുമാമ എന്നെ തല്ലിക്കൊല്ലും. അപ്പൊ എന്റെ ചായ നിനക്ക് ഇഷ്ടമല്ല കേട്ടോ അമ്മമ്മി, എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിതേ ഈ അപ്പം കൂടെ കഴിച്ചത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലെങ്ത് ഓവറായി വീഡിയോക്ക്, ബളബള സംസാരം ഓവറായിട്ടുണ്ട്. പിന്നെ കറികളൊക്കെ അമ്മ ഇന്നലെ നൈറ്റ് വെച്ചിരുന്നു. അതായത് ചൂരമീൻ കറി വെച്ചു, മത്തിക്കറി വെച്ചു, ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കുഞ്ഞു തോരനൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പം അതൊക്കെ ഞാൻ ഇനിയിപ്പോൾ ക്യാമറയുടെ പുറകെ നടക്കണം. എനിക്ക് ഒന്നും നടക്കത്തില്ല ഗൈസ്. അപ്പൊ അതൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ 9 ആയെന്ന് തോന്നുന്നില്ല. 9 ആയോ? 9 കാലം കണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ മോർണിംഗ് റൂട്ടീൻ ദേ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഫുഡ് കഴിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൊടുത്തില്ല, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും